രാത്രി ഫേസ്ബുക്ക് സ്റ്റോറീസ് വായിച്ചിടയ്ക്കായിരുന്നു ഉണ്ണിമോൻ. MA വിദ്യാർത്ഥിയാണ് ഈ ഉണ്ണിമോൻ. ഉണ്ണിമോൻ എന്നുള്ള പേരിനോട് പോലും അവന് വെറുപ്പാണ്. ഉണ്ണിക്കുട്ടൻ എന്ന വിളിയും കളിയാക്കലുകളും കേട്ടും അടുത്തു. പേര് കാരണം ഒരു വിലയുമില്ല. പെൺകുട്ടികളൊക്കെ പേര് കേൾക്കുമ്പോൾ ചിരിക്കും. എന്നാൽ ഉണ്ണിമുകുന്ദന്റെ ഫോട്ടോയുടെ അടിയിൽ കിടന്ന് കൂവുന്ന നാടൻ പിടക്കോഴികൾക്ക് അവന്റെ പേരിലൊരു വിഷയവും കാണുന്നില്ലല്ലോ ദൈവമേ എന്നുള്ള പരാതിയിൽ അവൻ സ്ക്രോൾ ചെയ്തു. ഒരു ഹായ് തിരുമ്പോ ഉണ്ണിയേട്ടാ എന്ന് ചോദിച്ച് പൂവൻ കോഴികളെ കടത്തിവെട്ടുന്ന കൂവൽ. കേരളത്തിൽ ഇത്രയ്ക്കും പിടക്കോഴികൾ ഉണ്ടോ ആവോ? കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്തു. അപ്പോഴാണ് ഒരു കഥ കണ്ടത്. കലിപ്പൻ രാവണന്റെ കാന്താരി. ലൈക്കുകളും കമന്റുകളും നിറയുന്ന കണ്ടപ്പോൾ അവൻ വേഗത വായിച്ചു. ചീകാത്ത മുടിയും കട്ടത്താടിയും വീണ്ടും മുകളിലെ ബട്ടണുകൾ അഴിച്ചിട്ട ഷർട്ടും കയ്യിൽ ഇടിവളയും ഇട്ട് ബുള്ളറ്റിൽ വരുന്ന നായകൻ. ആരെന്ത് ചോദിച്ചാലും തെറി. പെണ്ണുങ്ങളെ കണ്ടാൽ തലവെട്ടിച്ച് നടക്കുന്നവൻ. നാട്ടിലെ പെണ്ണിനെ മുഴുവൻ പച്ചത്തെറി വിളിച്ചാലും സ്വന്തം പെങ്ങൾ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ ചവിട്ടി അവന്റെ കാലൊടിക്കുന്ന ഇനം. ആഹാ പൊളി. ഉണ്ണി ആവേശത്തോടെ വായിച്ചു. കഥയിലെ നായകനൊരു പെണ്ണിനെ കാണുന്നു, ഇഷ്ടം തോന്നുന്നു. എന്നാൽ അവൾക്കൊരു ഇഷ്ടമുണ്ട്. ആദ്യം അവനവന്റെ കാല് തല്ലി ഒടിക്കുന്നു. അതിനുശേഷം പരസ്യമായിട്ട് ആ പെണ്ണിനെ പിടിച്ച് ഉമ്മോക്കുന്നു. അവൾ അവന്റെ കലിപ്പത്തിനം കണ്ടപ്പോൾ തരളിതയായി കലിപ്പന്റെ കാന്താരിയായി മാറി. അവസാനം അവൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നതും കെട്ടുന്നതും ജോലിക്ക് പോലും പോവാതെ അവന്റെ 5 കുട്ടികളെയും പ്രസവിക്കുന്നൊക്കെ ആയ കഥ. അത് എഴുതിയത് അവന്റെ കോളേജിൽ ഒരു കുട്ടിയാണെന്ന് കൂടെ അറിഞ്ഞപ്പോൾ അവൻ ആവേശം കൊണ്ട് ചാടി എഴുന്നേറ്റു. വൃന്ദ, നാടൻ സുന്ദരിയായ അവൾ ആർക്കും പിടികൊടുക്കാത്ത കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടതും അതാണ്. കോളേജിലാണെങ്കിൽ പേരിന് പോലും ഒരു കലിപ്പനില്ല. അവൻ റൂമിൽ കിടന്ന് കൂവി വിളിച്ചു. അവൻ സ്വപ്നങ്ങൾ കുറെ കണ്ടിട്ടാണ് കിടന്നത്. പിറ്റേന്ന് രാവിലെ അവൻ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു വന്നു. മുടി ചീകാതെ അലങ്കോലമാക്കി ഇട്ടു. താടി ചീകി ബ്രഷ് പോലത്തെ മീശ പിരിച്ചും വെച്ചു. കയ്യിൽ ഇടിവള കയറ്റി വെച്ചു. കറുത്ത ഷർട്ടിട്ട് കൈ മുകളിലേക്ക് ചുരുട്ടി വെച്ചു. 3 ബട്ടനും അഴിച്ചിട്ടു. മുണ്ടെടുത്ത് കമ്മിൽ കണ്ണാടിയിലും നോക്കി. കൊള്ളാം, ഇന്ന് മുതൽ ഞാൻ കലിപ്പാണ് വൃന്ദ മോളെ. നമുക്കൊരു 10 കുട്ടികളെങ്കിലും വേണം. അതും പറഞ്ഞ ആ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. ഉണ്ണിക്കുട്ടാ, ഇന്ന് നേരത്തെയാണല്ലോ. അമ്മ അത് പറഞ്ഞതും അവന് ദേഷ്യം ഇരച്ചു കയറി. ഏതാളെ, ഞാൻ ഉണ്ണിമോനല്ല. ഇനി എന്നെ അങ്ങാനും വിളിച്ചാ അറിയാലെന്റെ സ്വഭാവം. അവൻ അലറി. അത് കണ്ട് ആ പാവ അമ്മ വാ പൊളിച്ച് നിന്നു. ഇത്ര നാളും അമ്മയെ അമ്മയെന്ന് വിളിച്ച് സാരിത്തുമ്പിൽ തൂങ്ങി നടന്നവനാണ്. നീ പൊന്നു, അവൻ അലറി വിളിച്ചു. അത് കേട്ട് അനിയത്തി എവിടേക്ക് വന്നു. എന്താ അമ്മയെ ഏട്ടനിങ്ങനെ അലർന്ന്? നിർത്തി പറ, ഇപ്പൊ പറ. എന്തു പറയാൻ? നിന്നെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ? ആരെങ്കിലും പുറകെടുക്കുന്നുണ്ടോ? പറ, അവരെ കാലി ഞാൻ ചവിട്ടിയെടുക്കും. പറയണി. അവൾ ഇതെന്തു പൂത്തി എന്ന ഭാഗത്തിൽ നോക്കിയെന്നു. ഇല്ലല്ലേ, ഉണ്ടെങ്കിൽ പറയണം. അവനൊന്ന് മൂളി അപ്പന്റെ പുള്ളേന്റെ ചാവി എടുത്തു. നീ എങ്ങോട്ടോ ബൈക്കുമായിട്ട് അതവിടെ വെച്ചേ. മിണ്ടരുത്, ഇനി ഞാൻ പറയും, നിങ്ങൾ കേൾക്കും. കേട്ടല്ലോ? കൂടുതൽ പറഞ്ഞ എടുത്ത് കിണറ്റിട്ട് ഞാൻ. അടുത്ത അലർച്ചാലറി പറമ്പിൽ പണി കഴിഞ്ഞു വന്ന അപ്പന്റെ മുഖത്തേക്കാണ് നോക്കിയത്. ഇതൊക്കെ കണ്ടപ്പോൾ അറിയാതെ അയാളുടെ കണ്ണുകൾ പുറത്ത് കൊലച്ചു നിൽക്കുന്ന വാഴകളിലേക്ക് പോയി. അവൻ അപ്പനെ പുച്ഛഭാഗത്തിൽ നോക്കി ബൈക്കിൽ കയറി കിക്കർ ആഞ്ഞു ചവിട്ടി. ബൈക്ക് ഓണാക്കി നിർത്തി തന്നെ അവൻ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പേര് മാറ്റി. തനി രാവണൻ. അത് മനസ്സിൽ ഒന്നുകൂടെ പറഞ്ഞ അവൻ ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് മുമ്പോട്ടെടുത്തു. ഇവനിതെന്താ? അമ്മ താടിക്ക് കൈ കൊടുത്തിരുന്നപ്പോൾ അപ്പന്റെ ചുണ്ടിൽ ചിരിയുണ്ടായിരുന്നു. അവൻ കോളേജിലെത്തി. ബൈക്ക് ഗ്രൗണ്ടിനെ നടുക്കരുതി കാല് വീശി ഇറങ്ങി. മീശ ഒന്നുകൂടെ പിരിച്ചു. ആ ഉണ്ണിക്കുട്ടാ. ചങ്ക് ഓടി വന്നു. പടക്കം പൊട്ടും പോലെ ചങ്ങിന്റെ കവിളത്തൊരെണ്ണം കൊടുത്തു. ഉണ്ണിയല്ല, രാവണൻ. താനീ രാവണൻ. ഇനി മുതൽ അങ്ങനെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നീ മരിക്കും. അതും പറഞ്ഞ് മുണ്ട് മടക്കി കുത്തിയാവും മുമ്പോട്ട് പോയപ്പോൾ ചങ്ക് വാപൊളിച്ച് നിന്നു. മാറിക്കിട്ട് നായിന്റെ മോളെ വഴിയത്. അവന്റെ അലർച്ചയിൽ പെൺകുട്ടികൾ വിറച്ച് മാറിന്ന് അവനെ ആരാധനയോടെ നോക്കി. അവൻ നേരെ പോയത് ക്ലാസ്സിലേക്കാണ്. അന്ന് മൊത്തം തനി രാവണായി അവൻ വിലസി നടന്നു. അന്ന് മാത്രമല്ല, പിന്നെ അവന് എന്നും രാവണനായി. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് തെറി. കൂടുതലും പെൺകുട്ടികളാണ് അവൻ്റെ ഇര. ഒരു ദിവസം വൈകുന്നേരം വൃന്ദ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് കൂട്ടുകാരികളോടൊപ്പം വരികയായിരുന്നു. അലർച്ച കേട്ട് അവർ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. തനി രാവണാണല്ലോ വൃന്ദേ, പണിയാവും. ഒരുത്തി മെല്ലെ അവിടെ ചെവിയിൽ പറഞ്ഞു. കുട്ടികൾ മെല്ലെ ചുറ്റും കൂടി. പാനക്കാഴ്വരികളെ മാറിക്കളെ. അവൻ ബാക്കിയുള്ളവരോട് അലറിയപ്പോൾ അവർ പേടിച്ച് മാറിയെന്നു. അവൻ വൃന്ദയുടെ മുമ്പിൽ ചെന്നു. അവൾ പേടിയോടെ നോക്കി. രാവണന്റെ സീതയോടുള്ള പ്രണയം സത്യമായിരുന്നു. അതെ, ഈ രാവണൻ പ്രണയ സീതയോടല്ല, വൃന്ദയോട്. അവൻ ഉച്ചത്തിൽ പറഞ്ഞു. അതിനുശേഷം പകച്ചെന്ന് അവിടെ കവിളിൽ കുത്തിപ്പിടിച്ചു. മോളെ, നീ തനി രാവണന്റെ പെണ്ണ. എന്നെയല്ലാതെ മാറ്റാരെങ്കിലും നോക്കിയാ നിന്റെ കണ്ണ് ഞാൻ ചെത്തിയെടുക്കും. കേട്ടോളേ, പെട്രോൾ ഒഴിച്ച് പാച്ചക്ക് കത്തിക്കും ഞാൻ. നാളെ ഒരു മന പാരസൈറ്റ് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിരിക്കണം. രാവണന്റെ പെണ്ണാണ് നീ. കേട്ടോളേ. അതും പറഞ്ഞ അവനൊരു തള്ളു കൊടുത്തു. അതിനുശേഷം മുണ്ട് പിടിച്ച് ഇടിവള വലിച്ചു കയറ്റി. മനസ്സിൽ ഞാൻ രാവണനെ ഒരു രാക്ഷസൻ എന്നൊരു പാട്ടും പാടി തലവൊക്കെ പിടിച്ച് നടന്നു. രാവണൻ നിന്നേ. പുറകിൽ നിന്ന് വൃന്ദയുടെ സ്വരം. അവൻ കോരി തരിച്ച് അഭിനയം കലക്കി. പെണ്ണിപ്പോ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. രാവണൻ ഏറ്റു. ഒന്നു രാവണ, നന്ദി. എന്താണ് അവൻ വെട്ടി തിരിഞ്ഞ് അവളെ നോക്കി അലറി.
അവൾ അടുത്തു വന്നു. ആഹാ, അങ്ങനെ ആ മുഹൂർത്തം വന്നെന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചിരുന്നില്ല. പടക്കം പൊട്ടും പോലെ ഒരു ശബ്ദം കേട്ട് ഇടത്തെ കണ്ണിന്റെ കാഴ്ച പോയതുപോലൊരു മൂഡ്. എന്താ ഇപ്പൊ സംഭവിച്ചേ? ആകെ ഒരു പോക. ഹോ, ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. ഇന്നെന്താ വിഷുവാ? അരപടക്കം പൊട്ടിച്ചേ? അവൻ സംശയത്തോടെ വൃന്ദയെ നോക്കി. അവൾ കൈ പൊക്കുന്ന കണ്ടു. ഒരു ശബ്ദം കൂടെ. കണ്ണിൽ നിന്നൊരായിരം പൊന്നീച്ച പാറി കളിച്ചു. ആളവന്റെ മുഖത്തിനിട്ട് പൊട്ടിച്ചാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അവന്റെ ഒരു തനിരാവണൻ പ്രേമം ഒന്ന് പോളാം. അതും പറഞ്ഞ അവൾ വെട്ടിത്തിരിഞ്ഞ് നടന്നു പോയപ്പോൾ തനിരാവണൻ കണ്ണും നെഞ്ചും കലങ്ങി നിന്നു. എന്തൊരു തെറിയാണ് ഈ പെണ്ണ്. ഛേ! കുട്ടികളൊക്കെ കൂട്ടച്ചിരി. ഇങ്ങനെ ചിരിക്കല്ലേ, ഇങ്ങനെ ചിരിച്ചു ഉണ്ണിമോൻ കരയുന്നു പറയാമേ എന്ന് മനസ്സിൽ വന്നെങ്കിലും പറഞ്ഞില്ല. ഓടി ബൈക്കിൽ കയറാൻ നേരത്ത് മുണ്ടുവഴിഞ്ഞു പോയി. അതോടെ കുട്ടികളുടെ ചിരി ഉച്ചത്തിലായി. രാവണൻ എന്തായാലും ഷഡ്ജിട്ട് നന്നായി എന്നും പറഞ്ഞായിരുന്നു ചിരി. മുണ്ടും മാറി നെഞ്ചിൽ ചുറ്റി ബൈക്ക് എടുത്തപ്പോൾ ചങ്കും വന്ന് കയറി. നിന്നോടാറടാ തെറി വിളിച്ച അവൾ വളയുന്നു പറഞ്ഞു. എല്ലാം തകർന്ന ആൾത്തറയിൽ മുഖവും തടവിരിക്കുന്ന തനി രാവണനോട് ചങ്ക് ചോദിച്ചു. കലിപ്പ് തെറി ഇതൊക്കെ അപ്പൊ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലേ? കഥകളിലൊക്കെ കാണാറുണ്ടല്ലോ, പരസ്യമായിട്ട് തെറി വിളിക്കുന്നവരെ പുറകെ പോയി പ്രേമിക്കുന്നു. രാവണൻ അവർക്ക് ഇഷ്ടമാണല്ലോ. എന്നാലേ മാന്യമാരും വെറുതെ തെറി വിളിക്കുക, അതും പെൺകിടാവിനേക്ക്. എന്തുട്ട് രാവണാണ് ശനി ഷാവി. അവൻ പറഞ്ഞിരുന്നില്ല. ഒരു പോലീസ് ജീപ്പ് വന്ന് മുന്നിൽ നിന്നു. ഉണ്ണിമോനല്ലോ സാറേ, തനി രാവണനെന്നാ വേറെ പോലീസുകാരൻ പറഞ്ഞപ്പോൾ അവൻ ഇഞ്ചടിച്ച പോലെ. ആഹാ, അപ്പൊ ആരെ തനി രാവണൻ? പോലീസുകാരൻ പുച്ഛത്തോടെ ചോദിച്ചു. ഉണ്ണിമോൻ പേടിയോടെ എഴുന്നേറ്റ് നിന്നു. കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ പരസ്യമായ അസഭ്യം, അപായപ്പെടുത്താൻ ശ്രമം, പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുന്ന ഭീഷണി, നിന്റെ പേരിലൊരു കേസുണ്ട്. അതും കേട്ടുകൊണ്ട് ചങ്ക് ബുക്കും വലിച്ചെറിഞ്ഞ് ഓടി അമ്പലക്കുളത്തിലേക്ക് എടുത്തിയാടി നീന്തി അക്കരെ കടന്ന് വീണ്ടും ഓടി കണ്ടം വഴി 2 റൗണ്ട്. തനി രാവണൻ വാ പൊളിച്ച് നിന്നു. ഞാൻ അങ്ങനെയൊന്നും. ആരാ സാറേ? അവൻ വിറച്ചുകൊണ്ട് ചോദിച്ചു. വൃന്ദന്റെ മോളാണ്ടാ. വീണ്ടും കണ്ണിൽ പൊന്നീച്ച് മാറി. ബോധം വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. വീട്ടിൽ നിന്ന് ആൾ വന്ന ഒരു വിധത്തിൽ ഒത്തീർപ്പാക്കി. അപ്പൻ വാഴക്കുല വെട്ടി വിറ്റ് വെച്ച പൈസ ആ വഴിക്ക് പോയി. കഥ വായിച്ചിട്ട് പെണ്ണിനെ വളക്കാനാണ് രാവണനായതെന്ന് പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൂട്ട ചിരിയായിരുന്നു. അവസാനം തനി രാവണനെ ഉണ്ണിമോനെ വീട്ടിൽ കൊണ്ടുവന്നു. അടികിട്ടി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇടയ്ക്കെപ്പോഴോ നാഭിക്കും കിട്ടിയിരുന്ന ഒരെണ്ണം. നടക്കാൻ വയ്യ. ഏട്ടാ, ഒരുത്തൻ്റെ പുറകെ നടന്നു. ഒന്ന് കോളേജിൽ വന്നാണ് തല്ലി, എനിക്കൊരു വിലയുണ്ടാവും. വരൂ ഏട്ടാ. അമ്മയുടെ തോളിൽ കൈയിട്ട് വളഞ്ഞു വളഞ്ഞ് അകത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അനിയത്തിക്കുരിപ്പിന്റെ ചോദ്യം. ശവത്തിൽ കുത്തല്ലേ പിള്ളേച്ചാ എന്ന് പറയാൻ വാനങ്ങാത്തോണ്ട് അവൻ മേലെ റൂമിലേക്ക് പോയി. അച്ഛനൊന്നും മിണ്ടിയില്ല. ഉമ്മറത്തെ ചാരുകസേരയിൽ അയാൾ ഇരുന്നു. ഇനി നിങ്ങൾ കൂടെ അവനൊന്നും പറയണ്ട കേട്ടോ. പാവം കുട്ടി, ഒരബദ്ധം പറ്റിയതാ. എൻ്റെ കുട്ടി പാവാ. അതും പറഞ്ഞ് കണ്ണു തുടച്ച് അവൻ്റെ അമ്മ അകത്തേക്ക് പോയി. ശരിയാ, അബദ്ധമായിരുന്നു. ആ, നാളെ കുറച്ച് വാഴ നടണം. അങ്ങേരെ ആത്മഹത്യത്തോടെ ഇരുന്നപ്പോൾ വീട്ടിൽ വൃന്ദ അടുത്ത കഥ എഴുതുന്ന തിരക്കിലായിരുന്നു. ഒരു കലിപ്പന്റെ പതനം.